ലോകപ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവം ഈ മാസം 23-ാം തീയതി 5:30 വൈകുന്നേരം കാപ്പുകെട്ടി കുടിയിരുത്തി. മാർച്ച് മാസം 3-ാം തീയതിയാണ് ലോകപ്രശസ്തമായ പൊങ്കാല മഹോത്സവം. ഭക്തലക്ഷങ്ങൾ എത്തുന്ന പൊങ്കാല മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളം, ആരോഗ്യ സേവനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന ട്രസ്റ്റ് പ്രവർത്തിച്ചു വരികയാണ്. 132 അംഗങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ഉത്സവ കമ്മിറ്റി രൂപീകൃതമാകുന്നു. ആ ഉത്സവ കമ്മിറ്റിയുടെ കീഴിൽ ഉത്സവ കമ്മിറ്റിയിൽ നിന്നും ജനറൽ കൺവീനറെയും ജോയിന്റ് ജനറൽ കൺവീനറെയും തിരഞ്ഞെടുക്കുന്നു. വിവിധ സബ് കമ്മിറ്റികൾ എടുക്കുന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ കീഴിലാണ് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പം ഒരുക്കങ്ങളെല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഇനിയും 6ഓളം അവലോകന യോഗങ്ങൾ വിവിധ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷതയിൽ നടന്നു കഴിഞ്ഞു. ഇനിയും ഏതാനും യോഗങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. CCTV ക്യാമറകളും പോലീസിന്റെ പ്രത്യേക വിഭാഗവും ഉത്സവ മേഖലയിൽ ഉടനീളം നിരീക്ഷണം നടത്തും. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത KSRTC പ്രത്യേക സർവീസുകളും ഉണ്ടാകും. നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ സേവനവും ശുചീകരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കും. ഓരോ വർഷവും ഈ പറഞ്ഞതുപോലെ ഓരോ ചടങ്ങും അല്ലെങ്കിൽ ഓരോ രീതികളും ഒക്കെ വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി ട്രസ്റ്റ് വളരെ അധികം പ്രയത്നിക്കുന്നുണ്ട്. കുത്തിയോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 25 രാവിലെ 8:45 ചടങ്ങ് ആരംഭിക്കുന്നത്. കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടികൾ വന്ന് അവിടെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഒറ്റത്തോർത്തെടുത്ത് 7 നാണയങ്ങൾ കയ്യിൽ വെച്ച് അത് മേൽശാന്തിയെ നിന്നും പ്രസാദവും വാങ്ങി നാണയം പള്ളിപ്പലകയിൽ വെച്ച് അത് അങ്ങനെയാണ് വ്രതം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ കുട്ടികൾ ഞങ്ങളുടെ അമ്മയുടെ കൂടെ താമസിക്കുന്ന കുത്തിയോട്ട ബാലന്മാരാണ്. 7 ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പങ്കെടുത്ത് ഭക്ഷണ ക്രമീകരണങ്ങളോടുകൂടി 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കി കുട്ടികൾ 9ാം ഉത്സവ ദിവസം, അതായത് പൊങ്കാല ദിവസം ഒരുങ്ങി ബാലന്മാരെല്ലാം വളരെ നല്ല രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ നടത്തി ദേവിക്ക് മുമ്പ് അവർ ശാസ്താക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പൊങ്കാല ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലും അതും പറഞ്ഞു, ചന്ദ്രഗ്രഹണം. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് കുറേ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുന്ന ഒരു സന്ദർഭമാണ്. അതായത് 3:10 മുതൽ 7 മണി വരെ നട അടച്ചിരിക്കും. അപ്പോൾ ദർശനം ഉണ്ടാവില്ല. അതുകൊണ്ട് 1:30 മുമ്പ് തന്നെ താലപ്പൊലി കുട്ടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ എല്ലാ മീഡിയയിലും, പത്രവും ദൃശ്യവും എല്ലാ മീഡിയയിലും കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും നിങ്ങളുടെ സഹകരണത്തോടു കൂടി കേരളം ഒട്ടുക്കും അറിയണം. കാരണം കുട്ടികൾ വന്നാൽ വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും. കാരണം ക്ഷേത്രം അടച്ചിരിക്കും. അവർ വളരെ പ്രതീക്ഷയോടെ ഒരു ചടങ്ങിന് വരുന്നതാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം. അത് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ 8:30 ചൂരൽകുത്ത് ചടങ്ങ് തുടങ്ങും. അതിനു മുമ്പേയും ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെതായ ചില ചടങ്ങുകൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനും ആ സമയത്തും എന്തായാലും താലപ്പൊലിയോ മറ്റൊന്നും നടക്കില്ല. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്സവ ചടങ്ങുകൾ കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുമെന്നും കോവിഡ് ഭീതിക്ക് ശേഷമുള്ള വലിയ ജനത്തിരക്ക് കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.